ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കീബോർഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ബോക്സും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെബ്രോണിക്സിൻ്റെ K65 എന്ന് പറയുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കീബോർഡാണിത്. അപ്പോൾ 104 സ്റ്റാൻഡേർഡ് കീസുള്ള കീബോർഡാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പാക്കിങ്ങിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ്. ഓക്കെ, നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ, കീബോർഡ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതിൽ അവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കവർ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കീസാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള കീസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒഫീഷ്യൽ യൂസിന് അതുപോലെ തന്നെ ഹോം യൂസിനൊക്കെ പറ്റിയ നല്ല ഒരു കീബോർഡാണ് ഇത്. നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഇതിൽ. അപ്പോൾ അതിന് ആ രീതിയിലുള്ള കീ അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ UV കോട്ടഡ് ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് ഓരോ കീസിന്റെ മുകളിലെയും ടെക്സ്റ്റുകൾ. അപ്പോൾ അത് പെട്ടെന്നൊന്നും കേടുവരില്ല. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു ഗ്രീൻ LED കൊടുത്തിട്ടുണ്ട്. സ്ക്രോൾ ലോക്ക്, നമ്പർ ലോക്ക്, ക്യാപ്സ് ലോക്ക് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടാബ് കീന്റെ മുകളിൽ സെബ്രോണിക്സിന്റെ ലോഗോ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിസൈൻ തന്നെ അവരതിന് കൊടുത്തിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് തന്നെയൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഹോം യൂസിനൊക്കെ വളരെയധികം ഉപയോഗപ്പെടുന്ന കീബോർഡാണിത്. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഹാർഡ് പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒഫീഷ്യൽ യൂസ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഹോം യൂസ് ആയിട്ടും നമുക്കത് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് ബഡ്ജറ്റിനനുസരിച്ചുള്ള ബിൽഡ് ക്വാളിറ്റി ഇതിലുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെയാണ് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിൽ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെറിയ ടെക്സ്റ്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. കീബോർഡിന് പുറകെ വശത്ത് നമുക്ക് അതിന്റെ ലോഗോയും കാര്യങ്ങളൊക്കെ സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്ങും അതിന്റെ മോഡൽ നമ്പറും കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കീബോർഡ് സ്റ്റഡി ആയിട്ട് വെക്കണമെങ്കിൽ, അത് കുറച്ച് പൊക്കിയിട്ടൊക്കെ വെക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെറിയ സ്റ്റാൻഡ്, നോർമലായിട്ടുള്ള എല്ലാ കീബോർഡിലും കാണുന്ന പോലത്തെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ടാബ് കീക്ക് സെപ്പറേറ്റ് ഒരു കട്ടിങ് പോലെ ആക്കിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആണ്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെ പറയാം. അപ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേഷന്റെ ഭാഗമായിട്ട് കത്തുന്ന LED മുകളിലെ ഡിസൈൻ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ തിരിച്ചറിയാൻ കഴിയും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2.0 ഇന്റർഫേസ് ഉള്ള USB സപ്പോർട്ട് ചെയ്യുന്ന ഒരു USB കേബിൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കേബിളിൽ 1.2 മീറ്റർ ആണ് കേബിളിന്റെ ലെങ്ത് ഉള്ളത്. അത്യാവശ്യം നല്ലൊരു ലെങ്ത് ഇതിന് ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി ഈ കേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഏകദേശം 240 റുപ്പീസാണ് എനിക്കായത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ ഇത് ഓഫറിനനുസരിച്ച് ഇതിന്റെ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു നല്ല ക്വാളിറ്റിയുള്ള കീബോർഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.